അച്ചാറിടാൻ വേണ്ടി ഉലുവപ്പൊടി, പച്ച കടുക് ചതച്ച് അത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചത്, പിന്നെ നല്ല മുളക് പൊടി, ഉപ്പും പിന്നെ കായപ്പൊടിയും മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്ന് നല്ലപോലെ സെറ്റായ അച്ചാറിൻ്റെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം അച്ചാറിൻ്റെ ഭാഗം കാണിച്ചായിരുന്നു. അതിൻ്റെ സെക്കൻഡ് ഭാഗമായിട്ട് അച്ചാർ താളിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ഒഴിക്കുന്നത് നല്ലെണ്ണയാണ്. നല്ല കണ്ടില്ലേ, എള്ളെണ്ണ, നല്ല എള്ളെണ്ണ ഒഴിക്കുക. കുറച്ച് കൂടുതൽ ഒഴിക്കണം. ഒഴിച്ചിട്ട് നമ്മളുള്ള മാങ്ങയുടെ ക്വാണ്ടിറ്റി ഉള്ളതിനനുസരിച്ച് ഇതാക്കുക. ഒഴിച്ചതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് കടുക് ഇടുകയാണ്. എണ്ണ ചൂടായിട്ടില്ല, ചൂടാവട്ടെ. നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ഇതിന് തൊലി കളഞ്ഞ് അരിഞ്ഞ് സെറ്റായി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ 4 കതിപ്പ് കരിവേപ്പിലയും കൂടെ. ഇത്രയും സാധനം നമുക്ക് താളിച്ചിട്ട് ഇടാനുള്ളതാണ്. ഇപ്പോൾ നല്ലെണ്ണ നമ്മൾ പാനിൽ ചൂടാക്കി കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്ന കടുക് മുഴുവൻ പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ ചേരുവകളൊക്കെ ഇടാം. നമ്മുടെ താളിച്ച സംഭവത്തിലോട്ട് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചേക്കുന്ന അച്ചാർ കോരിയിട്ട് സെറ്റാക്കാം. അധികം വേവിക്കാതിരിക്കുകയാണ് നല്ലത്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ അച്ചാർ താളിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളധികം വേവിക്കരുത്. ചൂടായിട്ട് ഓഫാക്കിയിട്ട് നല്ല ഉണ്ടാവും. അതിൻ്റെ നമ്മൾക്ക് വായി വെള്ളം ഊർന്ന സൈസ് അച്ചാറാണ്. നല്ല ടേസ്റ്റുമാണ്. ഇച്ചിരി മൂത്ത മാങ്ങ ആയതുകൊണ്ട് നല്ല ഒരു ചെറിയൊരു ലൈറ്റ് മധുരവും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഒരു രക്ഷയില്ല ഈ അച്ചാർ. എടുത്ത ഉടയുന്ന കുപ്പിക്കകത്തോട്ട് അച്ചാർ ഞാൻ പകർന്നിടുകയാണ്. കണ്ടോ, അങ്ങനെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് മുകളിൽ നമുക്ക് കുറച്ച് നല്ലെണ്ണ ചൂടാക്കി ഒഴിച്ചും കൊടുക്കാം, കേടുവരാതിരിക്കും. അങ്ങനെ നമ്മുടെ കുപ്പി നിറച്ച അച്ചാർ സെറ്റായിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് മാംഗോ അച്ചാർ. ഇത് അധികം ദിവസമൊന്നും ഇരിക്കില്ല. എൻ്റെ മോൻ തന്നെ കയറും.